ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു ആർക്കറെക്സ്. ഇറ്റ്സ് മീ വടക്കൻ. മകളെ, നമ്മൾ എന്തിനാണ് നവോദയ സ്കൂൾസ് സെലക്ട് ചെയ്യുന്നത്? എന്തിനാ ഇപ്പോൾ നവോദയ സ്കൂൾ എൻട്രൻസ് എക്സാം ഒക്കെ നമ്മൾ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കുട്ടികൾക്കും പാരൻസിനും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. സോ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. എന്തിനാണ് നമ്മൾ നവോദയ സ്കൂൾസ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ് നവോദയ സ്കൂൾസിലുള്ള ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ നവോദയ സ്കൂൾസിന്റെ ഹിസ്റ്ററി എന്താണ്, കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, സോ ഈ വീഡിയോയിലെ ലാസ്റ്റ് വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. നവോദയ സ്കൂൾസിലേക്കുള്ള അഡ്മിഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ്, നമുക്ക് നവോദയ സ്കൂൾസ് എന്നാണ് ഇത് ഫൗണ്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, 1986 ഇന്ത്യയിൽ ഇങ്ങനൊരു സ്കൂൾ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും തുടങ്ങുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം ഇന്ത്യയിൽ 600-ലധികം സ്കൂൾസ് ആണ്. ഓരോ ഡിസ്ട്രിക്റ്റിലുമായിട്ട് ഇന്ത്യയിൽ മൊത്തമായി 600-ലധികം സ്കൂൾസ് ഉണ്ട്. സോ കോഴിക്കോട് ജില്ലയിൽ ഒന്നുണ്ട്, കണ്ണൂർ ഒന്നുണ്ട്, മലപ്പുറത്ത് ഒന്നുണ്ട്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാ ജില്ലകളിലും, കേരളത്തിലുള്ള 14 ജില്ലകളിലും നവോദയ സ്കൂൾസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന നവോദയ സ്കൂൾസിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഫീസും അതുപോലെ തന്നെ ബോർഡിംഗ് എന്ന് പറയുമ്പോൾ താമസം, ഹോസ്റ്റൽ സൗകര്യം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതും 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കാലഘട്ടത്തിൽ മുഴുവനും ഈ ഒരു സെറ്റപ്പിൽ തന്നെയായിരിക്കും പോകുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ പറയുന്ന നവോദയ സ്കൂൾസിലെ അഡ്മിഷൻ കംപ്ലീറ്റ്ലി മെറിറ്റ് ബേസ്ഡ് ആണ്. ഐ റിപ്പീറ്റ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ എ എക്സാമിനേഷൻ. JNVST എന്ന് പറയുന്ന എക്സാമിന്റെ ബേസ്ഡ് ആയിരിക്കും കുട്ടികൾക്ക് അഡ്മിഷൻ നൽകാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് നവോദയ സ്കൂൾസ് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് ചോദിക്കുന്നവരോട്, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇത് ഫോളോ ചെയ്യാൻ പോകുന്നത് NCERT കരിക്കുലമാണ്. നമ്മുടെ NCERT CBSE ഒക്കെ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു CBSE സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാലും 8, 9, 10, +1, +2 ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് NCERT കരിക്കുലാണ്. നമ്മുടെ +1, +2 ടെക്സ്റ്റ് ബുക്കുകൾ, ഈവൻ ദോ സ്റ്റേറ്റ് സിലബസ് SCERT ടെക്സ്റ്റ് ബുക്കുകളാണെങ്കിൽ കൂടി അവർ ഫോളോ ചെയ്യുന്നതും ഓൾമോസ്റ്റ് NCERT കരിക്കുലം തന്നെയാണ്. സോ എൻട്രൻസ് എക്സാമുകളിലേക്ക് വരുന്ന സമയത്തും ഹയർ എക്സാമിനേഷൻസ് ലൈക്ക് JEE അഡ്വാൻസ്, അതുപോലെ തന്നെ നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ, അതുപോലെ തന്നെ CUET പോലത്തെ എൻട്രൻസ് എക്സാമുകൾ, അതുപോലെ തന്നെ നമുക്കിപ്പം എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആയിട്ടുള്ള UPSC എക്സാമിനേഷൻസ് പോലത്തെ എക്സാമുകൾക്കൊക്കെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ല കരിക്കുലമാണ് NCERT കരിക്കുലം എന്ന് പറയുന്നത്. അതിൽ സംശയമൊന്നുമില്ല. ഇനി നവോദയ സ്കൂൾസിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പഠിച്ച കുട്ടികൾ IIT-കളിലും NIT-കളിലും എയിംസുകളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലും അതുപോലെ തന്നെ സിവിൽ സർവൻസുമായിട്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നവോദയ സ്കൂൾസിന്റെ എന്നത്തെയും പ്രൗഡി ആയിട്ടുള്ള ഒരു എന്തെന്ന് പറയുക, അഭിമാനം എന്ന് പറയുന്നത്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിക്കുന്നതോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, ട്യൂഷൻ ആണെങ്കിലും ബോർഡിംഗ് ആണെങ്കിലും മീൽസ് ആണെങ്കിലും യൂണിഫോം ആണെങ്കിലും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഒരു രൂപ പോലും നിങ്ങൾ ചെലവാക്കേണ്ട ആവശ്യമില്ല എന്നാണ്. നെക്സ്റ്റ്, റെസിഡൻഷ്യൽ ലൈഫ് കിട്ടുന്നതായിരിക്കും കുട്ടിക്ക് ഹോസ്റ്റൽ സെറ്റപ്പിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഹോസ്റ്റൽ സെറ്റപ്പിൽ ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മൾ നവോദയ സ്കൂൾസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വെൽ ഡിസിപ്ലിൻസ്, രാവിലെ എണീക്കുന്ന ടൈമും രാത്രി കിടക്കുന്ന ടൈം ആണെങ്കിലും, ഈവൻ അതിലവരുടെ പ്ലേ ടൈം ആണെങ്കിലും സ്റ്റഡി ടൈം ആണെങ്കിലും എല്ലാം വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നവോദയ സ്കൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് മൈഗ്രേഷൻ പോളിസി എന്ന് പറയുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു 30% കുട്ടികൾക്ക് മറ്റു സ്റ്റേറ്റുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയും നമ്മുടെ നവോദയ സ്കൂൾസ് നൽകുന്നുണ്ട്. നമ്മളിപ്പം ഈവൻ ദോ ഇപ്പം നമ്മൾ പോയിട്ടില്ലെങ്കിലും വേറെ കുറെ കുട്ടികൾ നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അക്കാദമിക് ഇയറിൽ ബീഹാറിലേക്കാണ് നമ്മുടെ കേരളത്തിലുള്ള പല കുട്ടികളും പോയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ ഒരു നിലയിൽ നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഷഫിൾ ചെയ്തിട്ട് അവരുടെ ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളും ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നവോദയ സ്കൂൾസ് ഗ്രേഡ് 9 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, അവർക്ക് നാഷണൽ ലെവൽ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. നാഷണൽ ലെവൽ ഓപ്പർച്യൂണിറ്റീസ്, നാഷണൽ ലെവൽ ഒരു നല്ല നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഈ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മൾ ഈ പറയുന്ന ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യും.
കുട്ടിക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് കുട്ടി കടക്കും എന്നുള്ളതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി മാറ്റ് പോലത്തെ, നമുക്ക് എക്സാമിനേഷന് മെയിൻ ആയിട്ട് 3 സബ്ജക്റ്റ് ആണുള്ളത്. ഒന്ന് മാറ്റ് ആണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. മാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ AT അരിത്തമെറ്റിക് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലാംഗ്വേജ് ടെസ്റ്റ്. ഈ 3 എണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാറ്റ് ആണ്. ഈ മാറ്റ് കുട്ടി സോൾവ് ചെയ്യുന്നതോടുകൂടി കുട്ടിയുടെ ഈ പറയുന്ന ലോജിക്കൽ തിങ്കിങ് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. സോ ബേസിക്കലി ലോജിക്കൽ റീസണിങ് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലും കുട്ടി വെൽ സെറ്റിൽ ആവും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട മക്കളെ. യെസ്, ദാറ്റ് ഈസ് ദ മെയിൻ ആൻഡ് ദ മേജർ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏർലി ഡിസിപ്ലിൻ. 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് വെൽ സ്ട്രക്ചർ ആയിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5ാം ക്ലാസ് മുതലേ നമ്മുടെ കുട്ടി വെൽ സ്ട്രക്ചർ ആയിട്ട് പഠിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് അവന്റെ ലൈഫ് ലോങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹൈ കോൺഫിഡൻസിലേക്ക് കുട്ടി മാറും. ഓക്കെ, കുട്ടിക്ക് എൻട്രൻസ് എക്സാമുകളും ഇങ്ങനത്തെ എക്സാംസും കാര്യങ്ങളൊക്കെ എന്താക്കാൻ പറ്റും, ക്രാക്ക് ചെയ്യുന്നതിലൂടെ കുട്ടി അടിപൊളിയായിട്ട് സെറ്റിൽ ആവാൻ വേണ്ടി കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കുട്ടി ഒരു വെൽ സ്ട്രക്ചർഡ് ആയിട്ട് കുട്ടി ഒരു വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുന്ന സമയത്ത് ഒരു പാരന്റ് എന്നുള്ള നിലക്ക് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. ഇനി JNVയുടെ പ്രൂവൺ സക്സസ് സ്റ്റോറീസ് എന്ന് പറയുന്നതിൽ ഒരു 80% അധികം കുട്ടികൾ നീറ്റ് പോലത്തെ JEE പോലത്തെ എൻട്രൻസ് എക്സാമിൽ ക്വാളിഫൈഡ് ആണ്. 80% അപ്പോൾ ഓക്കെ, 100 കുട്ടികൾ നവോദയ സ്കൂൾ പഠിക്കുന്നുണ്ടെങ്കിൽ 80+ കുട്ടികൾ ഈ പറയുന്ന നീറ്റ് പോലത്തെ JEE പോലത്തെ എൻട്രൻസ് എക്സാമുകളിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഇനി നമ്മൾ IITകളിലേക്കും എയിംസുകളിലേക്കും നോക്കുകയാണെങ്കിൽ 1000+ സ്റ്റുഡൻസ് എന്തുണ്ട്, ഓൾറെഡി അവിടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ആൻഡ് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ഓൾമോസ്റ്റ് ഒരു സുപ്രീം അതോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാവുന്നവരാണ് സിവിൽ സർവൻസ് എന്ന് പറയുന്നത്. IAS പോലത്തെ IPS പോലത്തെ IFS പോലത്തെ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഏകദേശം 700+ സ്റ്റുഡൻസ് നവോദയയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു നേട്ടം എന്ന് പറയുന്നത്. സോ എന്താണ് ഈ നവോദയ സ്കൂൾസിലേക്ക് എത്തിച്ചേരാനുള്ള വഴി എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വരുന്ന ഡിസംബറിൽ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. ഈ ഒരു എൻട്രൻസ് എക്സാമിൽ അവരെങ്ങനെ അവരുടെ റിസൾട്ടിനെ മികവുറ്റതാക്കുന്നു, അതാണ് അവർക്ക് അവിടേക്ക് കയറാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജൂനിയർ RK ജൂനിയർ എന്ന് പറയുന്ന നമ്മുടെ ടീം നവോദയ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ നവോദയ ബാച്ച് എന്ന് പറയുന്നത്. സോ ഈ ബാച്ചിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് വെൽ സ്ട്രക്ചർഡ് ആയിട്ട് സിലബസ് ഉണ്ട്. നമുക്ക് JNVയുടെ കരിക്കുലം പ്രകാരം അവരുടെ എൻട്രൻസ് എക്സാമിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള സിലബസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീക്ക്ലി എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ആസ് റിയൽ ആസ് JNV എങ്ങനെയാണോ അതേ മോഡൽ നമുക്ക് എക്സാമിനേഷൻ എൻട്രൻസ് എക്സാമുകൾ എങ്ങനെയാണോ അതേ മോഡൽ എൻട്രൻസ് എക്സാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഫാക്കൽറ്റീസിന്റെ കാര്യത്തിൽ നമുക്കൊരു കോംപ്രമൈസും ഇല്ല. നമ്പർ 1 ഫാക്കൽറ്റീസ് തന്നെ, കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും ഈ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ആസ് വെൽ ആസ് ദ മോസ്റ്റ് വൺ, നമ്മുടെ മെന്റർ നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അവർക്കുള്ള ഡെയിലി ടാസ്കുകൾ കൊടുത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനുകൾ കൊടുത്തിട്ട് കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ ബാച്ചിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് കുട്ടികളെ മുന്നോട്ട് ഇങ്ങനെ നയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സംശയവും വേണ്ട, 100% നിങ്ങളുടെ കയ്യിലായിരിക്കും. നിങ്ങളുടെ കുട്ടിക്ക് ഈസി ആയിട്ട് JNVയിൽ അഡ്മിഷൻ കിട്ടാൻ സാധിക്കുന്നതായിരിക്കും. സോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ ഒരു നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. 8848912474 മറക്കണ്ട. സോ ഇതുപോലത്തെ നവോദയമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഇറ്റ്സ് മീ സെനിൻ വാടകൻ സൈനിങ് ഓഫ് ഫ്രം RK Next. ബൈ, സീ യു ലേറ്റർ.